നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തന്നെയാണ് ഇപ്പം എന്താ സ്ഥിതി? ഏറ്റവും അവസാനം സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രധാനപ്പെട്ട പ്രതികൾ ഒരുമിച്ച് എങ്ങനെ ഒന്നിലധികം തവണ സന്ദർശിച്ചു എന്ന ചോദ്യമാണല്ലോ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത്. കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ വരെ ഉള്ള ഒരധ്യായം നമ്മുടെ മുമ്പിലുണ്ട്. അതിനു മുമ്പ് തന്നെ പുറത്തു വന്ന ചിത്രങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ഒടുവിൽ കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയാതെ മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി പരിശോധിക്കുന്നത് സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി കെട്ടിക്കൊടുത്ത ഈ ചരടിൻ്റെ രഹസ്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് BRM ഷഫീർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഏറ്റവും ഒടുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ കാര്യം, 2 ഫോട്ടോകൾ പ്രധാനം ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഫോട്ടോ ആണ് ഇത്, ഈ ചരട് കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ. കോൺഗ്രസ് ഒരു പരിധിവരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാകും എന്ന് VD സതീശൻ്റെ നേതൃത്വത്തിൽ ശബരിമലയെ സാക്ഷി നിർത്തി ഒരു പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അന്വേഷണം പല ഘട്ടങ്ങളിലേക്ക് നീളുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, CPM-ന് വലിയ ആഘാതമുണ്ടായി. എന്നാൽ അതിനുശേഷം അന്വേഷണത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവുകൾ കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ സംഘം SITയെ എല്ലാ ഉപാധികളും ഇല്ലാതെ എല്ലാ തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോയ VD സതീശനും പ്രതിപക്ഷവും അടൂർ പ്രകാശിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് കണ്ടതോടെ SIT CPM-ൻ്റെ SIT ആണ് എന്നുള്ള ആരോപണമായി രംഗത്തെത്തിയ ഒരു തന്ത്രം പയറ്റി. എന്നാൽ രണ്ടാമത്തെ ഒരു തന്ത്രമാണ് അതിവിചിത്രവും പ്രത്യേകത ഉള്ളതുമായ തന്ത്രം. അത് പോറ്റി ഈ ചിത്രം, ഞാൻ രണ്ടാമതൊരു ചിത്രം കൂടി വരുന്നുണ്ട്, ഇത് ഒന്നാമത്തെ ചിത്രം. പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത ചരടിൻ്റെ രഹസ്യമാണ്. ആ രഹസ്യം കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോയിലെ മറ്റ് 2 കാര്യങ്ങളിലേക്ക് വരാം. ഇന്നലെ മനോരമ ന്യൂസിൽ റാഷിദ് നടത്തിയ ചർച്ചയിൽ BRM ഷഫീർ വെളിപ്പെടുത്തിയ ആ രഹസ്യം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ? 2017 അന്ന് പോറ്റി കള്ളനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോറ്റിക്കെതിരെ കേസുണ്ടോ? പക്ഷേ പോറ്റി ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അന്ന്. പക്ഷേ ആ പോറ്റിക്ക് അവിടെ ഒരു പ്രിവിലേജ് കിട്ടി എന്നുള്ളതാണ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, അല്ല ശ്രീ പത്മനാഭ, കേൾക്ക് പത്മനാഭ. സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോ സ്വാഭാവികമല്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയപ്പെടുന്ന പോലെ മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും. ശബരിമല പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ദൈവം, ഏതെങ്കിലും തരത്തിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്ന ദൈവം, ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന അയ്യപ്പന്റെ ദൂതനാണ് പോറ്റി എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെയുള്ള അയ്യപ്പന്റെ ശ്രീകോവിലിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. നിൽക്കുന്ന ഒരാൾ ഒരു പൂജിച്ച ചരട് കൊണ്ടുവന്നാൽ അതിനങ്ങനെ കണ്ടാ മതി. മറിച്ച് അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടോ? അല്ല, അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ എന്നുള്ളത് ഫാക്ട് ആണ്, അതൊരു ചോദ്യമാണ്. പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞതിനോടൊക്കെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യപ്പന്റെ ദൂതനായിട്ടാണോ പോറ്റി അവിടെ ഫോട്ടോ എടുക്കാൻ പോയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പോറ്റി പൂജിച്ച് സന്നിധാനത്തോട് കൊണ്ടുപോയ ചരടാണോ? ഇതൊക്കെ ഏൽപ്പിച്ചതാണോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഷഫീറിന് എവിടുന്ന ഈ വിവരം? ശ്രീ ഷഫീർ, ശബരിമല അയ്യപ്പന്റെ അവിടുന്ന് പൂജിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന സോണിയാഗാന്ധിക്ക് അസുഖം പറയാൻ കൊണ്ടുവന്ന ചരടാണ് എന്നുള്ളതൊക്കെ താങ്കൾ പറയുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ്. ഇത് എവിടുന്നാണ് ഈ വിവരം എന്നുള്ളത്? സോണിയാഗാന്ധിക്ക് അസുഖമായപ്പോൾ ആ അസുഖം മാറ്റാൻ വേണ്ടി ശബരിമലയുടെ പ്രതിനിധിയായി, അയ്യപ്പന്റെ പ്രതിനിധിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സോണിയുടെ വസതിയിൽ പോയി ചരട് കെട്ടിക്കൊടുത്തു, പ്രാർത്ഥനയ്ക്ക് അസുഖം ഭേദമാകാൻ എന്നാണ് ഈ വെളിപ്പെടുത്തൽ. എന്നാൽ സോണിയാഗാന്ധിയെ കുരുക്കുന്നത് ഈ ഒരു ചിത്രം മാത്രമല്ല, മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അത് പോറ്റിക്കൊപ്പം, ഭണ്ഡാരിക്കൊപ്പം, ബെല്ലാരി ഗോവർദ്ധനൊപ്പം ഒക്കെ എങ്ങനെ അവിടെ ഒരു ത്രിമൂർത്തി സംഗമത്തിന് സാധ്യത രൂപപ്പെടും വിധത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ചിത്രം. അതിപ്രധാനമാണ്. ഇവരെയൊന്നും തനിക്കറിയില്ല എന്ന് ആൻ്റണി കൈ കഴുകി കഴിഞ്ഞു. അടൂർ പ്രകാശം പറഞ്ഞു, എനക്ക് ഈ പോറ്റീനെ മാത്രമേ അറിയുള്ളൂ, ചാരിറ്റി ചെയ്താണ്, മറ്റ് കള്ളന്മാരൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായി അടൂർ പ്രകാശും ആൻ്റണിയും കൈ കഴുകുകയാണോ? പ്രതിപക്ഷ നേതാവ് പിന്നെ ഇതിനോടൊന്നും പ്രതികരിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂപ്പര് അങ്ങനെ സ്വന്തം കൂട്ടത്തിലുള്ള കള്ളന്മാർക്കെതിരെ പ്രതികരിക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരേ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്. അടൂർ പ്രകാശിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇത് SIT പിന്നെ CPM-ൻ്റെ SIT ആയി മാറി കംപ്ലീറ്റ് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഇവർ പോയതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതാക്കളും തയ്യാറില്ല. അടൂർ പ്രകാശ് കൈകഴുകി, ആൻ്റണി കൈകഴുകി. ഇനി ഇതിനൊക്കെ ഉത്തരം സോണിയാഗാന്ധി പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം
ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ലീഡ് വാർത്ത തന്നെ സുപ്രധാനമാണ്. അതായത് CBI വരും എന്നുള്ളതാണ്. ED നേരത്തെ തന്നെ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ EDക്കപ്പുറത്ത് CBI വരുന്നു എന്നുള്ള വാർത്തയാണ് ഒടുവിൽ വരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആദ്യത്തെ സുപ്രധാനമായ ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇത്തരം കള്ളക്കടത്ത് സംഘം സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംഘം സംഗമിച്ചിരുന്നു എന്നുള്ള ചിത്രം സഹിതം പുറത്തു വരുന്നത്. ബെല്ലാരി ഗോവർദ്ധനെ നമുക്കറിയാം. ബെല്ലാരി ഗോവർദ്ധൻ സോണിയാഗാന്ധി നീണ്ട കാലം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ്. കർണാടകത്തിലാണ് പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ നടക്കുന്ന. കോൺഗ്രസിൻ്റെ കേന്ദ്രവും കർണാടകമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ബെല്ലാരി ഗോവർദ്ധന് എങ്ങനെയാണ് സോണിയാഗാന്ധിയുമായി ബന്ധം, ഒപ്പം പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാവരും സംഗമിക്കുന്ന ഒരിടമായി എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രീയമായ പ്രതിരോധമാണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് മുതൽ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുള്ള ബന്ധത്തിലേക്ക് കാര്യങ്ങൾ നീളുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഈ ത്രിമൂർത്തികളുമായി ഒരുമിച്ച് ബന്ധപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇനി പത്മകുമാർ അടക്കമുള്ള ആളുകളോ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്ന ചിത്രവും അതിൻ്റെ വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നത്. ചിത്രത്തിൻ്റെ പേരിൽ ഒരാളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ പോലും ഈ കള്ളന്മാരെല്ലാം ഒരുമിച്ച് എങ്ങനെ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു എന്നുള്ള ചോദ്യം ചിത്രത്തിനപ്പുറത്ത് പ്രസക്തമാണ്. അപ്പോഴാണ് CBI വരുന്നു എന്നുള്ള വാർത്ത വരുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ CBI വരുന്നു എന്ന വാർത്ത കൂടി ഞാൻ വായിക്കാം. ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ, കട്ടിള, ദ്വാരക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർസംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻ്റലിജൻസിനാണ് നൽകിയത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറും എന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വെക്കുന്നുണ്ട്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്നും വന്നപ്പോഴാണ് കേസന്വേഷണത്തിൻ്റെ ഫയലുകൾ വേണമെന്ന ആവശ്യമായി നേരത്തെ ED റാന്നി കോടതിയെ സമീപിച്ച് പിന്നീട് അവ നൽകണ്ട എന്ന് റാന്നി കോടതിയുടെ വിധി വന്നു. ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകി ED കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED കേസ് രജിസ്റ്റർ ചെയ്യും. ഈ സാഹചര്യമാണ് നിലവിലുള്ളത്. CBIയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. ED വരുന്ന കാര്യം ഉറപ്പായി. ഇനി CBI വരുന്നു. CBI വരുമ്പോഴുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയുടെ പ്രധാന ഭാഗം കടന്നു പോകുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത്. അതിൻ്റെ പിന്നാലെയാണ് പോറ്റിയും ഗോവർദ്ധനും ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ അടങ്ങുന്ന ത്രിമൂർത്തി സംഘത്തിന് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ട് എന്നുള്ള ആഖ്യാനങ്ങൾ വരുന്നത്, ചിത്രങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വരുന്നത്. അങ്ങനെയുള്ള ബന്ധവുമായി തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അടൂർ പ്രകാശും ആൻ്റണിയും അവിടെ സന്നിഹിതരായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൈകഴുകുകയും ചെയ്യുന്നു. അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് SIT തന്നെ അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കും എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് CBI വരുന്നു എന്നുള്ള ആ പശ്ചാത്തലവും നമ്മൾ ചേർത്ത് വായിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ്. അത് BJPയുമായി ബന്ധപ്പെട്ടാണ്. BJP ഈ കാര്യത്തിൽ രണ്ട് തട്ടിലാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം സുരേന്ദ്രൻ സൈലൻ്റായി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വഴി വേറെയാണ്. ആ രാഷ്ട്രീയ ശൈലി അദ്ദേഹം വീണ്ടും പിന്തുടരുന്നുണ്ട്. സമാനമായി രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു രീതിയിലാണ് പോകുന്നത്. ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ CPMൽ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ സമീപനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സുരേന്ദ്രൻ്റെ കാലത്ത് രണ്ടും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി രണ്ടും ഒരുപോലെ നേരിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള നയമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് CPM ഇല്ലാതെ കോൺഗ്രസ് BJP പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം ഊന്നുന്നത് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിനാണ് എങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPMനെ മാത്രം പ്രധാനമായി പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ്. സോണിയാഗാന്ധിക്കെതിരെ കേവലമായ സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം BJP കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു
ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. ഏകദേശം സമാനമായ നിലയിൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ VD സതീശൻ്റെ അഭിമുഖവും നമുക്ക് കാണാൻ കഴിയും. കേരളം CPM-നെ അപ്രസക്തമാക്കുന്ന സാഹചര്യമുണ്ട്, അത് BJP-യും കോൺഗ്രസും മാത്രമുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ അഭിമുഖങ്ങളിൽ നിന്ന് നമുക്ക് അവരുടെ സമീപനം വിശദീകരിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇതാണ് തുടർന്ന് വരുന്ന സാഹചര്യം. നേരത്തെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കോൺഗ്രസിന് ഭരണം കിട്ടുന്ന പഞ്ചായത്ത് തന്നെ അടിച്ചുകൊണ്ടുപോകാൻ BJP-ക്ക് പറ്റുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്തും അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപീകരിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണത്തിൽ വരിക എന്നുള്ളത് BJP-യുടെ കൂടി ലക്ഷ്യമായി മാറിയിട്ടുണ്ട്. അവിടെയാണ് കെ സുരേന്ദ്രൻ്റെ നിലപാട്. കെ സുരേന്ദ്രൻ റിപ്പോർട്ടർ TV-ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. സോണിയാഗാന്ധി, അതായത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കും വിധം സോണിയാഗാന്ധിയുടെ ഓഫീസിൽ എങ്ങനെ ഇവരെത്തി എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ അടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ നടത്താൻ പോവുകയാണ് എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. ആത്യന്തികമായി CPM-നോടുള്ള സമീപനത്തിലെ വ്യത്യാസമുണ്ട്, കോൺഗ്രസിനോടുള്ള സമീപനത്തിലെ വ്യത്യാസമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് BJP എന്നുള്ള ഒരു ഇക്വേഷൻ ആഗ്രഹിക്കുന്നു, അതുവഴി BJP-ക്ക് ഭരണത്തിലേറാമെന്ന് ആഗ്രഹിക്കുന്നു. കെ സുരേന്ദ്രൻ നേരത്തെ അദ്ദേഹം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തുടർന്നു വന്നിരുന്ന സമീപനം രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം, രണ്ടിനുമെതിരെ ഒരേപോലെ പോർമുഖം തുറന്ന് മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം കെ സുരേന്ദ്രനും പ്രഖ്യാപിക്കുന്നു. എന്തായാലും ആത്യന്തികമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഒടുവിലത്തെ പോയിന്റിൽ നമ്മൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ പ്രതിരോധ സാഹചര്യമാണ്. CPM നേരത്തെ തന്നെ പ്രതിരോധത്തിലാണ്. അവരുടെ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന ആൾ തന്നെ അറസ്റ്റിലാണ്. N. വാസു അടക്കമുള്ള കമ്മീഷണർ അടക്കമുള്ള മുൻ ഭാരവാഹികളും അറസ്റ്റിലാണ്. ഒപ്പം ഇതിനൊക്കെ അപ്പുറത്താണ് കൊള്ളക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ എന്നുള്ള നറേറ്റീവ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് CPM ഉന്നയിക്കുന്ന, ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യം, ഇവരൊക്കെ ആദ്യം കയറുന്നതും ഈ ആസൂത്രണമെല്ലാം നടത്തുന്നതും ആ പശ്ചാത്തലത്തിലാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്, അതിനുശേഷമുള്ള നിലപാടുകളിലാണ് എന്നുള്ള സാഹചര്യം വരുന്നത്. അവിടേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ CBI വരികയാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ BJP-ക്ക് കിട്ടുന്ന ആയുധമായി അത് മാറുകയാണ്. കോൺഗ്രസ് അതിൻ്റെ അങ്ങേയറ്റത്തെ തീവ്ര നിലപാടുമായിട്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി മുന്നോട്ട് പോയത്. പലപ്പോഴും തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ പോലും ഫേക്കായി സമീപിക്കാൻ, അതിനെതിരെ വിശദീകരിക്കാൻ പോലും തയ്യാറാകാതെ കാണാതെ പോകുന്ന സമീപനം VD സതീശൻ്റെ നിലപാടിലുണ്ടായിരുന്നു. നേരത്തെ അറസ്റ്റിലാക്കപ്പെട്ട ആളുകളിൽ, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളുകളിൽ കോൺഗ്രസിൻ്റെ സംഘടനാ നേതാക്കൾ വരെ ഉണ്ട് എന്നിരിക്കെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോവുക, ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അത് പാളിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകൾ വ്യക്തമാക്കുന്നത്. ഇനി VD സതീശന് ഇത് കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിപക്ഷത്തിന് സോണിയാഗാന്ധിക്കെതിരായ ഈ ആക്ഷേപം, കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന ഈ ആക്ഷേപത്തെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ED-യും അതിന് പിന്നാലെ CBI-യും വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായി നേരത്തെ 5 വർഷം മുമ്പുണ്ടായിരുന്ന നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയല്ല. ഇതിൽ അവിടെ ഏകപക്ഷീയമായിരുന്നു, CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതൊന്ന്. രണ്ടാമത് BJP-യും കോൺഗ്രസും ഒരുപോലെ ഇതിനകത്ത് ആക്ഷേപവും ആരോപണവും രംഗത്ത് വരുമ്പോൾ തന്നെ CPM-നെ പോലെ ഉത്തരവാദിത്വം കോൺഗ്രസിന് വരികയാണ് എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. NSSൻ്റെ നിലപാടാണ്. മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, സ്വർണ്ണ കൊള്ളക്കേസ് വളരെ വിശ്വസനീയമായ നിലയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഇടർച്ച ഉണ്ടായാൽ അത് ഉടനെ ചോദ്യം ചെയ്യാൻ NSSന് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങളത് ചെയ്യും. എന്നാൽ ഇപ്പോഴങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി അന്വേഷണ ഏജൻസിക്കും സർക്കാരിന് നൽകുന്ന സാഹചര്യം കൂടി NSSൻ്റെ മുമ്പിലുണ്ട്. അതേസമയം തന്നെയാണ് പുതിയ വിവാദങ്ങൾ. ഇതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.